അതേമാതിരി നല്ല ഇടി വെട്ടി. ഞാനും ചേച്ചിയാണ് റൂമിൽ കിടക്കുന്നത്. എന്നിട്ട് അപ്പോൾ ഇടിയുടെ സൗണ്ട് കേട്ടിട്ട് അനിയൻ താഴത്തുണ്ട്. അച്ഛൻ വന്നിട്ട് പറഞ്ഞ് ഫോണൊക്കെ മാറ്റി വെച്ചോ, കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വലിയൊരു ഇടിയപ്പോൾ വെട്ടി. കമന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനൊന്നും കണ്ടില്ല. ഭയങ്കര സൗണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചാണ് ചേച്ചിൻ്റെ അടുത്തേക്ക് പോയി. മുകളിൽ നിന്ന് ഭയങ്കര സൗണ്ട് വെള്ളത്തിൻ്റെ. അപ്പോൾ മനസ്സിലായി എന്താണ് വാട്ടർ ടാങ്ക് പൊട്ടിയെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചു. സംഭവം മുകളിലത്തെ വെള്ളത്തിൽ നിന്ന് വീഴുന്ന പൈപ്പ് ഇടി പറ്റിയിട്ട് പൈപ്പ് പൊട്ടി. ഫുൾ വെള്ളം പോയി. പിന്നെ ഫാന്. ഞങ്ങളെ വീട്ടിൽ മാത്രം കറണ്ട് പോയിട്ടോ. അനിയൻ കണ്ടെന്നാണ് പറഞ്ഞത്. മുകളിൽക്കൂടെ ഇടി ഫാനിന് പറ്റിയിട്ട് അവിടെ സ്പാർക്കായിട്ട് നേരെ പ്ലഗിലേക്ക് പോയി. പ്ലഗിലാണ് എൻ്റെ ഐഫോണിൻ്റെ ചാർജർ കുത്തിയിട്ടിരുന്നു. അനിയൻ കുത്തിയിട്ടതാണ്. അത് നേരെ തെറിച്ച് വീണ് അഡാപ്റ്റർ പോയി, സ്വിച്ച് ബോർഡ് പോയിക്കുന്ന, ഫാന് പോയി. ആ ഇടി വെട്ടിയ ബേസിൽ തന്നെ ഒരു 3000 റുപ്യേൻ്റെ ചിലവ് വന്നു. എന്ത് കഷ്ടമാണല്ലേ. ശരിക്കും ഞങ്ങൾക്ക് ആർക്കും ഇടി കിട്ടാത്തത് ഭാഗ്യമാണ്.